അതുപോലെ തന്നെ ഡൈനിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോൾ ഭയങ്കര കോൺസെപ്റ്റ് ആണല്ലോ ആളുകൾക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ഡൈനിങ് റൂമൊന്നും ആളുകൾ പ്രിഫർ ചെയ്യുന്നില്ല, എങ്കിലും ഒരു 6 സീറ്ററൊക്കെ ഡൈനിങ് വെക്കണം. ഇപ്പോൾ ഞാൻ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഞാൻ ടെക്നിക്കലി എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾ വന്നിട്ട് ജിതിനോട് പറയുന്നു, സ്വാഭാവികമായിട്ട് എനിക്കിങ്ങനെ ഒരു 5-6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഡൈനിങ് ആണ് ഞാൻ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത്. നമുക്ക് എത്രയാണ് അതിലൊരു ഏരിയ? ഇതിനും ഈ പറഞ്ഞ പോലെ സ്പേസ് ടേബിളിനും അതിൻ്റെ ചെയർസിനുമുള്ള സ്പേസ് മിനിമലാണ്. പക്ഷേ നമ്മളെ വീട്ടിൽ സംബന്ധിച്ച് നമ്മുടെ എല്ലാ സർക്കുലേഷൻസും പോകുന്നത് നമ്മൾ പ്രൈവസി ഒക്കെ മാനിക്കുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ എന്നായിരിക്കും എല്ലാ സർക്കുലേഷൻസും സ്റ്റെയറും പിന്നെ ഇപ്പോൾ വരുന്ന പാഷ്യോയിലേക്കുള്ള ഡോറായാലും ബെഡ്റൂംസിലേക്കുള്ള ഡോറായാലും കിച്ചണിലേക്കുള്ള ഡോറായാലും ഓപ്പൺ കിച്ചണൊക്കെ വരണമെങ്കിൽ അത്യാവശ്യം ഒരു സ്പേസ് തന്നെ കിച്ചണിന്റെ ഫേസ് നമ്മുടെ ഡൈനിങ്ങിൽ ഉണ്ടാവണം. അങ്ങനെയൊക്കെ സർക്കുലേഷൻ സ്പേസ് ആയിട്ട് ഡൈനിങ് മാറുമ്പോൾ ഡൈനിങ്ങിന്റെ സ്പേസ് ഓൾറെഡി ചിലപ്പോൾ ലിവിങ്ങിനേക്കാളും വലുതായി പോവാം. ആൾക്കാരുടെ യൂസ് എന്ന് പറയുന്നത് അതിലേക്ക് ഉപരി ഇതിൽ ഈ ഒരു ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ സർക്കുലേഷൻ സ്പേസസ് ആണ് കൂടുതൽ. ശരിക്കും ഒരു ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഡൈനിങ് പ്ലസ് ഒരു സർക്കുലേഷൻ പല സ്ഥലത്തേക്കും പോകാൻ ഡൈനിങ്. ഒരു ലക്ഷറി വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊരു കുഴപ്പമായിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഡൈനിങ്ങിന് സ്പേസ് കൊടുത്ത് സർക്കുലേഷൻ വേറെ സ്പേസ് കൊടുക്കാൻ പറ്റുമായിരിക്കും, ഏരിയ കൂടുതൽ. പക്ഷേ ഈ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വീടുകളിൽ എല്ലാ സർക്കുലേഷൻസും പോകുന്നത് ഡൈനിങ് ആയിരിക്കും. അപ്പൊ അതിനുള്ള ഒരു സ്ഥലം കൂടിയും ഡൈനിങ്ങിൽ കാണാം. അപ്പൊ നോർമലി എത്ര സൈസ് വേണ്ടി വരും? ഒരു 3x360 തന്നെ വേണ്ടി വരും എങ്ങനെയായാലും. ഒരു 3x3 ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ടേബിൾ ഇടാം, സർക്കുലേഷന് വേണ്ടിയും സ്പേസ് കാണേണ്ടി വരുമ്പോൾ അപ്പൊ 3x360 വേണ്ടി വരും, മിനിമം വേണ്ടി വരും ഡൈനിങ് ഏരിയ. ഓക്കെ.